എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് പഴംപൊരി അല്ലെങ്കിൽ വാഴയ്ക്കപ്പം, ഏത്തക്ക ബോളി എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഒരു പ്രശ്നം, ഇത് എണ്ണയിൽ വറുത്തെടുക്കുന്നതുകൊണ്ടും മൈദയും പഞ്ചസാരയും ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ കൊളസ്ട്രോളും ഡയബറ്റീസും ഒബസിറ്റിയും പിന്നെ വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവർക്കൊന്നും ഇത് കഴിക്കാൻ പറ്റില്ലല്ലേ. എന്നാൽ ഇന്ന് നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാതെ മൈദയും പഞ്ചസാരയും ഒന്നും ഉപയോഗിക്കാണ്ട് നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി തയ്യാറാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പീസ് ഇഷ്ടമാണെങ്കിൽ, നിങ്ങളൊരു ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ കീപ് വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ടേസ്റ്റി പഴംപൊരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ടേസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് ബാലൻസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മധുരത്തിന് വേണ്ടി ഇവിടെ പഞ്ചസാരയല്ല ഉപയോഗിക്കുന്നത്, ശർക്കരയാണ്. ഞാനിപ്പോൾ ഇവിടെ 1/2 ടേബിൾ സ്പൂൺ ശർക്കര ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മിക്സ് ചെയ്തിട്ട് മധുരം വേണമെങ്കിൽ പിന്നെ ബാക്കി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലോട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. ആദ്യമേ മൊത്തം വെള്ളം ഒഴിക്കരുത്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറേശ്ശെ വെള്ളം ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ലാസ്റ്റ് പറയാം എത്ര വെള്ളം ആഡ് ചെയ്തു എന്ന് മൊത്തത്തിൽ. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മൊത്തം 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മധുരം കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ശർക്കരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കൂടെ ആഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മധുരം കിട്ടും. ഇനി ഫൈനലി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് സോഡാപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൽ നിന്ന് വാഴയ്ക്കപ്പം അല്ലെങ്കിൽ പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം. ഇനി നിങ്ങൾക്ക് സോഡാപ്പൊടി ആഡ് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ നമ്മുടെ പുളിച്ച ദോശമാവ് ആഡ് ചെയ്തതിന് ശേഷം ഒരു 1.5-2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. അല്ല സോഡാപ്പൊടി ആണെങ്കിലും കുറച്ച് നേരം വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും. പക്ഷെ ഞാനിതിപ്പോൾ ഇപ്പം തന്നെ ഉണ്ടാക്കാൻ പോവുകയാണ്. വലിയൊരു ടേസ്റ്റ് ചേഞ്ച് ഒന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിനി നമ്മുടെ വാഴയ്ക്കപ്പം റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ വാഴയ്ക്കപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 നല്ല പഴുത്ത ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മളിപ്പം തയ്യാറാക്കിയ ബാറ്ററിൽ 2 അല്ല, നമുക്ക് ഏകദേശം 5 പഴം എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് 2 പഴമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിനെ നടുക്കൂടെ 2ആയിട്ട് മുറിച്ചെടുക്കാം. മുറിച്ചതിന് ശേഷം നമ്മൾ സാധാരണ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നല്ല തിന്നായിട്ടായിരിക്കും സ്ലൈസ് ചെയ്തെടുക്കുന്നത്. പക്ഷേ ഇത് കുറച്ചും കൂടെ കട്ടി വേണം, കാരണം അല്ലെങ്കിൽ നമുക്ക് പാനിൽ മറിച്ചിടാൻ പറ്റത്തില്ല. അപ്പോൾ കുറച്ച് കട്ടിക്ക് നമുക്കിതുപോലെ എല്ലാം സ്ലൈസ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ പഴമൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വാഴയ്ക്കപ്പം റെഡിയാക്കാം. അപ്പോൾ നമ്മൾ പാനിലാണ് നമ്മുടെ പഴംപൊരി റെഡിയാക്കാൻ പോകുന്നത്. അല്ലാതെ ചീനിച്ചട്ടിയിലൊന്നും ഇട്ടിട്ട് നിറയെ എണ്ണ ഒഴിച്ചിട്ടൊന്നും അല്ല. ഇതിൽ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. ഇനി ഈ പാൻ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്ററിൽ മുക്കിയിട്ട് നമ്മുടെ ഓരോ പഴം സ്ലൈസും ഇതിലോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് ഒന്ന് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്കും നമ്മൾ ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്, കാരണം കരിഞ്ഞു പോവും. നമ്മുടെ ഇത് വേവേ ഇല്ല, പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പം മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലാണിത് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഇങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്നും കൂടെ ഇത് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ വാഴയ്ക്കപ്പം മൊത്തത്തിൽ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും നമുക്ക്. അപ്പോൾ ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ചൂടോടെ കഴിക്കുന്നതായിരിക്കും ടേസ്റ്റ്. തണുത്ത് പോയി കഴിഞ്ഞാൽ ഗോതമ്പ് മാവായതുകൊണ്ട് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നമ്മളിതിൽ എണ്ണ നിങ്ങൾക്ക് തന്നെ അറിയാം എത്ര കുറച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതും ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അല്ലാതെ മൈദയോ പഞ്ചസാരയോ യാതൊന്നും തന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ കമൻസിലൂടെയും മെയിലിലൂടെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും ഡിസ്ക്രിപ്ഷൻ
ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ഹെൽത്തി റെസിപ്പീസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ടേക്ക് കെയർ. ബൈ.